കനത്ത മഴയിൽ വെള്ളം കയറിയ വീടുകൾ ശുചീകരിക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കോട്ടയത്ത് വെള്ളം ഇറങ്ങിയതിനു ശേഷം വീടുകളിലേക്ക് തിരിച്ചെത്താൻ തയ്യാറെടുക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് പറയാനുള്ളതും ബുദ്ധിമുട്ടേറിയ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് മാത്രം. കോട്ടയം താഴത്തങ്ങാടി MD-LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. താഴത്തങ്ങാടി MD-LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. കോട്ടയം നഗരസഭ 41, 42 വാർഡുകളിലെ ആളുകളെയാണ് ഇവിടേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. താഴത്തങ്ങാടി ഭാഗം അതിതീവ്രമായിട്ടുള്ള വെള്ളപ്പൊക്കം നേരിട്ട പ്രദേശമാണ്. മീനച്ചിലാറിനോട് ചേർന്ന പ്രദേശമാണ്. വീടുകളൊക്കെ ഭാഗികമായും മുഴുവനായും മുങ്ങിപ്പോയ സ്ഥിതിവിശേഷമായിരുന്നു ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നത്. ആളുകൾ ഇവിടുത്തെ ഭൂരിഭാഗം ആളുകൾ ഇന്നലെ മഴ മാറി നിന്നപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയ പ്രദേശമായതുകൊണ്ട് തന്നെ വീടുകളിലേക്ക് പോയി ക്ലീനിങ്ങും ഉടൻ തന്നെ വീടുകളിലേക്ക് മാറി താമസിക്കുന്നതിനുള്ള വീട്ടിലേക്ക് താമസമാക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരുന്ന ആളുകളായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി മഴ വീണ്ടും അതിശക്തമായതോടുകൂടി വീടുകളിലേക്ക് വെള്ളം കയറുകയാണ്. പലയിടത്തും വെള്ളം വീണ്ടും ഉയർന്നു, ജലനിരപ്പ് ഉയർന്നു. അങ്ങനെയുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറിയതോടെ ബുദ്ധിമുട്ടിലായ ആളുകളാണ് ഈ പ്രദേശത്തൊക്കെ ഈ ക്യാമ്പിൽ ഉള്ളത്. 150 ആളുകൾ ഉണ്ടായിരുന്നു. ചിലരൊക്കെ വീട്ടിലേക്ക് പോയി വീട് വൃത്തിയാക്കുക, വീട്ടിലേക്ക് മാറുക എന്നുള്ള ഉദ്ദേശത്തിൽ 10-11ഓളം ആളുകൾ ഇവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അവർ തിരിച്ചെത്തുമോ എന്നുള്ള കാര്യവും ക്യാമ്പ് അധികൃതർ നിരീക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ തിരിച്ചെത്താനുള്ള സാധ്യതയുണ്ട്. കാരണം അങ്ങനെയുള്ള വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് രാവിലത്തെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് വീട്ടിലെ അവസ്ഥ? വീടിനകത്തെല്ലാം വെള്ളം കയറിയായിരുന്നു. 3 ദിവസം കൊണ്ട് വെള്ളം ഇറങ്ങിപ്പോയി. അപ്പോൾ ഇന്നലെ വീടെല്ലാം കഴുകി വൃത്തിയാക്കി ഇന്ന് രാവിലെ ഇവിടെ ക്യാമ്പിൽ നിന്ന് നമ്മൾ വിടുക. ഇപ്പം വെള്ളം കൂടുതലുണ്ട്. നല്ലവണ്ണം ഇറങ്ങിയതായിരുന്നു. പക്ഷേ രണ്ടാമതായി ഈ മഴ ഇങ്ങനെ തുടർച്ചയായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇത് ഇറങ്ങിപ്പോകാനായിട്ടൊരു ബുദ്ധിമുട്ട്. കരയ്ക്കകത്ത് മുട്ടറ്റം വെള്ളം, പിന്നെ വഴിയിലുള്ള അരനീര് വെള്ളം. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. അമ്മയുണ്ട്, വയസ്സെന്നൊരു അമ്മയാണ്. അപ്പം അമ്മയുണ്ട്, ഭാര്യയുണ്ട്, ഞാനും ഉണ്ട്. ക്ലീനിങ് ഒക്കെ ഞങ്ങൾ ബുദ്ധിമുട്ടാണ്. ചെടിയൊക്കെ അടിഞ്ഞിട്ടുണ്ട്. അത് നല്ല റിസ്ക്കുള്ള ജോലി തന്നെ ക്ലീനിങ്. ഒന്നും എല്ലാം നാശനഷ്ടം വന്നിട്ടുണ്ട്. ഫ്രിഡ്ജ് കട്ടിലുകളെല്ലാം വെള്ളത്തിനടി കിടക്കും. ഒത്തിരി പേര് രണ്ട് ഫ്രിഡ്ജൊക്കെ പോയവരുണ്ട് വീടുകളിൽ. പെരയ്ക്കാൻ മുഴുവൻ വെള്ളമാണ്, ചെളി കയറിയിട്ടുണ്ട്. പറമ്പ് മുഴുവൻ ചെളിയാണ്. പാത്രങ്ങളൊക്കെ ഒരുപാട് പോയി. മഴവെള്ളം മുഴുവൻ പെരയ്ക്കകത്ത് വീഴുന്നുണ്ട്. അപ്പോൾ പെര വൃത്തിയാക്കാന്നുള്ളത് ഭയങ്കര കഷ്ടപ്പെട്ടുള്ള പണിയാണ്. ഇതൊക്കെ വെള്ളം കുറഞ്ഞായിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടി വെള്ളം കൂടിയിട്ടുണ്ട്. ഈ വീടും ഉപകരണങ്ങളൊക്കെ എങ്ങനെയാണ്? വല്ല ഇല്ല, പൊക്കിയൊക്കെ വെച്ചിട്ടിരിക്കുന്നു. ഇപ്പോൾ ചെല്ലുമ്പോൾ അറിയാം എങ്ങനെയാണെന്നറിയില്ല. വെള്ളം കൂടിയാലോ നശിച്ചു പോകും. വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്, ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയിട്ട് പിന്നെയും കയറി വരുക. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞ് തിരികെ വീടുകളിലേക്ക് എത്തി എന്ത് എന്നുള്ളതാണ് ഇവർക്ക് മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നത്. ക്യാമറമാൻ വിപിൻ കോതച്ചിറയ്ക്കൊപ്പം കോട്ടയത്തെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും മിഥുൻ മുരളി.